എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എന്തൊക്കെ സാധനങ്ങൾ കിട്ടില്ല. ബേസിക്കലി ഗ്രോസറീസ് അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറേ പേരെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മുടെ എയർപോർട്ടിലെല്ലാം ചെക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്കെല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് ഓൾമോസ്റ്റ് ഒരു 90-95% സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഓസ്ട്രേലിയൻ മാർക്കറ്റ്, അത്യാവശ്യം മെൽബണിലുള്ള ഒരു അടിപൊളി ഓസ്ട്രേലിയൻ മാർക്കറ്റാണ് കാണാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ പോലെ കവറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം എനിക്കൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ നമുക്ക് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇന്ന് ആക്ച്വലി നല്ലൊരു വെയിലുള്ളൊരു ദിവസമാണ്. സാധാരണ ഓസ്ട്രേലിയയിൽ നമ്മുടെ നാട്ടിലെ പോലെ ഡിസംബറിൽ നമുക്ക് വിൻ്റർ അല്ല, ഇവിടെ ആക്ച്വലി സമ്മറാണ്. അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പാണ്. ബട്ട് ചൂടെന്ന് പറഞ്ഞാൽ ഒരു 35-40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെ പോവും. ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു മാർച്ച് പാതിയായി കഴിയുമ്പോഴത്തേനോട് ഓട്ടം സീസൺ തുടങ്ങും. പതുക്കെ ഇലകളൊക്കെ കളറൊക്കെ മാറി നല്ല അടിപൊളി കളേഴ്സൊക്കെ ആയിട്ട് പിന്നെ പതുക്കെ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 12 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒരു ആവറേജ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ജൂൺ ജൂലൈയിലാണ് ഇവിടെ പീക്ക് വിൻ്റർ വരുന്നത്. അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം നല്ലൊരു വെയിലുള്ള ദിവസമാണ്. ക്ലിയർ ബ്ലൂ സ്കൈസിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം പോയി വാങ്ങണം. ഈ ശനി ഞായർ അങ്ങനെ ദിവസങ്ങളിൽ നമ്മളൊരു 4 മണിക്ക് മുമ്പ് തന്നെ പോയി മേടിക്കണം. കാരണം ഇവിടെ രാത്രി കടകളൊന്നും കിട്ടില്ല. അതായത് എസ്പെഷ്യലി മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിതങ്ങളൊക്കെ 5 മണിക്ക് ക്ലോസ് ചെയ്ത്, എത്ര വലിയ സംഭവമാണെങ്കിലും എത്ര വലിയ കടയാണെങ്കിലും 5 മണിക്ക് ക്ലോസ് ചെയ്ത് പോകും. രാത്രി വളരെ കുറച്ചുള്ള എസെൻഷ്യൽ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. സോ നമ്മളിവിടെ പെട്ടെന്ന് നമുക്ക് പോയി മേടിക്കാൻ പറ്റിയ ചെറിയ കടകളോ ചെറിയ പീടികളോ ഒന്നുമില്ല. നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈവൻ രാത്രി നാട്ടിൽ പോലെ ഒരു ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു തട്ടുകടയിൽ പോയി കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്ഡി, KFC പോലത്തെ അതൊന്നും ഇവിടുത്തെ ലക്ഷറി ഫുഡല്ല. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഫുഡും ഭയങ്കര അൺഹെൽത്തി ആയിട്ടൊരു ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ്. ഇവിടെ ഓസ്ട്രേലിയൻസ് ഒന്നും ഈ ഫുഡ് കഴിക്കാറില്ല. നമ്മളെ പോലുള്ള ഏഷ്യൻസും അവിടുത്തെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് കൂടുതൽ ഈ ഫുഡ് കഴിക്കുന്നത്. സോ നമ്മൾ മോസ്റ്റ്ലി ഫുഡാണ് ഇവിടെ മെയിൻ. ഇവിടെ ഫുഡ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പട്ടിണിയാവും. അങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷം കുറേ സ്ട്രഗിൾ ചെയ്തത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോൾ സോർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ ഇങ്ങനൊരു മാർക്കറ്റ് ഇവിടെയുള്ള മലയാളികളാണ് പറഞ്ഞു തന്നത്. സ്ഥലത്തിൻ്റെ പേര് ഡാൻഡനോങ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അടിപൊളി മാർക്കറ്റ്. ഇവിടെ എല്ലാവരും വന്ന് വാങ്ങുന്നതാണ്. കൂടുതൽ ഏഷ്യൻസാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ചീപ്പാണ്. മീറ്റ്, ഫിഷ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈവേസ് ഉണ്ട്, ഫ്രീ ഹൈവേസ് ഉണ്ട്, അതുപോലെ പെയ്ഡ് ആയിട്ടുള്ള ഹൈവേസ് ഉണ്ട്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഫ്രീ ഹൈവേ ആണ്. ഇവിടെ 100ൽ നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 100 km/h സ്പീഡിൽ നമ്മൾ എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടുപോകും. അതുപോലെ തന്നെ ഫുള്ള് ക്യാമറാസും കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 2 3 4 5 6 ലെയിൻസ് ഉണ്ടാവും. പെട്ടെന്ന് നമുക്കൊരു 20 km ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 20 മിനിറ്റ്സ് തന്നെ മതി. ലൈക്ക് 1 km/1 minute ആ ഒരു റേഞ്ചിൽ അടിപൊളി ഹൈവേ ആണ്. നല്ല രസമാണ്. ഇത് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ഓസ്ട്രേലിയ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ഹൈവേ ആണ് ഈ M1 എന്ന് പറയുന്നത്. സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്നറിയില്ല പെട്ടെന്ന് എത്തി. ജസ്റ്റ് ഒരു എന്താ പറയുക 20 മിനിറ്റ്സിൽ എന്ന് പറഞ്ഞിട്ട് ഒരു 12 മിനിറ്റ്സിനുള്ളിൽ എത്തി. ഇവിടെ സോ ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രി. ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് ഡാൻഡനോങ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല രസം. കടകളൊന്നും തുറന്നിട്ടില്ല ഉണ്ടല്ലോ. വാവ്. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. നല്ല ചീപ്പായിട്ട് ഫുഡുണ്ട്. അതായത് ഈ ഡ്രസ്സൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 1000-1500 രൂപ. ഇത് 2000 രൂപ. കാരണം ഇവിടുത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ്. ഈ 500 രൂപയ്ക്കൊക്കെ അടിപൊളി പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. പല പല സാധനങ്ങൾ, മൊബൈലിൻ്റെ ആക്സസറീസ്, അതുപോലെ തന്നെ മെഡിസിൻസ്, നമ്മുടെ ഈ ഒരു ചൈനീസ് മാർക്കറ്റ് പോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സുകളൊക്കെ ടീഷർട്ടൊക്കെ ഭയങ്കര അത്യാവശ്യം റേറ്റ് കുറവാട്ടോ. ഇതൊക്കെ $10-15 ഉള്ളൂ. അതായത് $500-600 അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ. അടിപൊളി $30.
ഈ സൈഡ് മൊത്തം ഇതേപോലത്തെ സെയിം ഷോപ്സാണ്. ടോയ്സ്, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ആക്സസറീസ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള വാച്ചിൻ്റെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ അബോറിജിനൽസിൻ്റെ സാധനങ്ങളാണ്. ഇവിടുത്തെ കാട്ടുവാസികളുടെ എക്യുപ്മെൻറ്റ്സ് കൊള്ളാം, അടിപൊളി. ഈവൻ ലൈക്ക് കാറിൻ്റെ ആക്സസറീസ് വരെ ഉണ്ട്. അടിപൊളി ഷൂസൊക്കെ ഉണ്ടല്ലോ. സോ ബേസിക്കലി അത്യാവശ്യം എല്ലാം വേണ്ട സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ചീപ്പായിട്ട് മേടിച്ചുകൊണ്ട് പോകും. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒടുക്കത്തെ കോസ്റ്റാണ്. സോ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ആൻഡ് ഫിഷിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഇവിടെ ബാക്കിയുള്ള ഫിഷൊക്കെ ബാക്കിയുള്ള സാധാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് ഇവിടെ കണ്ടോ നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ നമ്മുടെ ചാള, അയില, തിലോപ്പി, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും കിട്ടും. ഓ അടിപൊളി. ഈവൻ പ്രോൺസിൻ്റെ തന്നെ ഫുള്ള് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. എല്ലാ ടൈപ്പ് പ്രോൺസ്, കല്ലുമ്മക്കായ വരെ കിട്ടും. കല്ലുമ്മക്കായ ന്യൂസിലാൻഡിൽ നിന്ന് പറഞ്ഞ സാധനമാണ് ഈ കല്ലുമ്മക്കായ ഇവിടെ. ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ബീഫിൻ്റെ സെക്ഷനാണ്. ബീഫ്, പോർക്ക്, റെഡ് മീറ്റ്, അതും പല പല പീസായിട്ടായിരിക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബീഫ് മാത്രം ഏകദേശം നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അവിടെ മേടിക്കാൻ വന്നത്. ഞാൻ സാധാരണ ഈ പീസാണ് മേടിക്കാറുള്ളത്. ശംഖുമ്പോൾ കുറച്ച് നെയ്യും എല്ലുള്ള സാധനമാണ് നമ്മൾ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേടിച്ചത് തന്നെയായിരുന്നു. Excuse me, can I get half kg of both of these? 2 half kgs. This one? 1 കിലോ ബീഫിന് 2000. സോറി 1000 രൂപ. 2000 അല്ല കേട്ടോ, 1000 രൂപ. Yeah. Yeah. Thank you. മനസ്സിലായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ കുഴപ്പമാണ്. ഇത് നമുക്ക് കുറച്ച് പംകിൻ സീഡ്സ് മേടിക്കണം. റീസെൻ്റായിട്ട് ChatGPT പറഞ്ഞാൽ പംകിൻ സീഡ്സ് കഴിച്ചാൽ നല്ലതാണ്. ഇവിടെ പോയിട്ട് മേടിക്കണം. Do you have pumpkin seeds? Yeah, in the shallow without. Normally. The green one? Yeah, with you put it in the breakfast bowl. Yeah, I'll be fine. Yeah. They come to Yeah. And what's the other one? That's the one is the other one in the shell. You have can, to open it. That yeah, one you can eat right yeah, away. yeah. So can I get like 100 grams? Give me 250 grams. Anything else? That's it. ഏകദേശം പറഞ്ഞാൽ ഇത്രയും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഏകദേശം ഇവിടെ മാത്രമായിട്ട് കിട്ടുള്ളൂ. നമുക്ക് അവിടെ നിന്ന് കിട്ടാം. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്, ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സെറ്റപ്പുകളുണ്ട്. നമുക്കൊരു ചെറിയ കോഫി മേടിച്ചിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകാം. നല്ല വിശപ്പുണ്ട്. ഇത് ശ്രീലങ്കൻ ഫുഡാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ ഫുഡാണ് സംഭവം. നല്ല മൺചട്ടിയിൽ അടിപൊളി പരിപ്പ് കറി, നല്ല അടിപൊളി സാധനം. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ രാജ്യത്തുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ചൈനീസ്, ജാപ്പനീസ്, ശ്രീലങ്കൻ, ഇന്ത്യൻ എല്ലാ ഫുഡിൻ്റെയും ഒത്തൻറ്റിക് കുസീൻസ് ഇഷ്ടംപോലെ കിട്ടും. എല്ലാ ടൈപ്പുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. അത് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് അഫ്ഗാനിയൻ ഫുഡാണ്. അഫ്ഗാനിയൻ വെജിറ്റബിൾസ് ഇവിടെ സെറ്റാണ് കേട്ടോ കാണാൻ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. വച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്.
തക്കാളി, മുളക്, ക്യാപ്സിക്കം, വഴുതനങ്ങ, ക്യാബേജ്, പപ്പായ, മുളക്, മുട്ട എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ ഏകദേശം ഏഷ്യൻസാണ് കൂടുതലും വന്ന് മേടിക്കുന്നത്, കാരണം ഏഷ്യൻസിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ വെളുത്തുള്ളിക്ക് ഒട്ടുക്കത്തെ റേറ്റ് ആട്ടോ, 2000 രൂപയോ ഇത് ഇത്രയും സാധനത്തിന്. മത്തങ്ങ വെച്ചേക്കണം, നമ്മൾ കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത്. ഇവിടെ ചെടികളും വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് മറ്റേ വേപ്പല ഇവിടെ ഒടുക്കത്തെ റേറ്റാണ്. മുളകൊക്കെ വെച്ചേക്കുന്നു. എൻ്റെ 3000-1500 രൂപ തീർന്നോ. വേപ്പല ഞാൻ കറി ലീവ്സ് കുറേ നാളായിട്ട് തപ്പി നടക്കുന്നു. കറി ലീവ്സ് ഇല്ലയെന്നോ ഇവിടെ. മുളക് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല അടിപൊളി. ഇത് എന്ത് മുളകാണോ അത്? യെസ്, കറി ലീവ്സ് ഉണ്ട് ഇവിടെ. കറി ലീവ്സ് 2000 രൂപയോ. പക്ഷെ എൻ്റെ ദൈവം, കറി ലീവ്സിൻ്റെ ചെടിയുടെ ബിസിനസ് തുടങ്ങായിരുന്നു ഇവിടെ. ആരെങ്കിലും മലയാളികളുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാം. ചിക്കൻ്റെ എല്ലാ ചിക്കൻ ഇത്രയും പീസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. എല്ലാത്തിനും ഡിഫറെൻറ്റ്. ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ബ്രസ്റ്റിന് അത്യാവശ്യം നല്ല വിലയാണ്. അങ്ങനെ നമ്മുടെ മീറ്റ് പർച്ചേസ് കഴിഞ്ഞു. ഈ ഒരാഴ്ചത്തേക്കുള്ള സാധനം കേട്ടോ. ഒറ്റടിക്ക് തിന്നുന്നതാണെന്നല്ല, ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കരള്, കക്കാമ്പറിൽ എല്ലാ പീസസും. ഫുൾ ചിക്കൻ വേറെ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഫുൾ ചിക്കന് റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള പൈസയൊക്കെ അവർ സെപ്പറേറ്റ് മേടിക്കും. ഇനി അങ്ങോട്ടേക്ക് ഇത് ഫുള്ള് മീറ്റ് തന്നെ. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം നമുക്ക്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമല്ലോ. ഇത് അത്യാവശ്യം നമ്മുടെ എന്താ പറയുക, ഈ ഓർഗാനിക് ആയിട്ടുള്ള സീഡ്സ്, പൊടികൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. നമുക്കറിയാമുള്ളത്തെ സാധനം വരെ കിട്ടും, അറിയുന്നതും കിട്ടും. കൊറിയാണ്ടറിൻ്റെ സാധനം ഈ ഏഷ്യൻ കടകളിലൊക്കെ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇന്ത്യൻ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്യാൻഡ് ആയിട്ടുള്ള സാധനം കിട്ടും, ജാംസ് കിട്ടും. നമ്മൾ ശ്രീലങ്കൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. കണ്ടിട്ട് കൊതിയായി, കാരണം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഏകദേശം ശ്രീലങ്കൻ ഫുഡും നമ്മുടെ ഫുഡൊക്കെ ഏകദേശം സിമിലറാണ് ടേസ്റ്റിൽ കേട്ടോ. നമ്മൾ നല്ല അടിപൊളി ശ്രീലങ്കൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മേടിച്ചു. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. ഇന്ന് ആലു, പരിപ്പ്, ചിക്കൻ, റൈസ് കോംബോ. നല്ല രസമുണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നാടൻ ചിക്കൻ കറി അടിപൊളി. പൊളിസാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാണ്. അപ്പോൾ ഇവിടേക്ക് ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരുടെ ഭയങ്കര വലിയൊരു ഡൗട്ടാണ്. പിന്നെ അവിടെ ഉള്ളവർക്ക് വലിയ ഡൗട്ടാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടും, ഒരു 90-95%. അതല്ലാതെ ഞാനിപ്പോൾ വന്നേക്കുന്നത് നോർമൽ മാർക്കറ്റിലാണ്. അതല്ലാതെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഓൾമോസ്റ്റ് കിട്ടും. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നാട്ടിൽ നിന്ന് നമ്മൾ നല്ല സാധനം പൊതിഞ്ഞ് പിന്നെ എയർപോർട്ടിൽ ചെക്കപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാളും വളരെ ബെറ്ററാണ് ഇവിടെ വന്ന് മേടിക്കുന്നത്. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റോറിൻ്റെ ഒരു വീഡിയോ അടുത്ത്
ഇടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റോറുകൾ, അതായത് യൂട്ടൻസിൽസും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ സ്റ്റോറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്ത് വരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. ബൈ.